ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേഷമൊക്കെ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഒരു കല്യാണത്തിന് പോകാറെന്ന്. അതേ ബേസിക്കലി കല്യാണത്തിന് പോകാമെന്ന്. പിന്നെ ഞായറാഴ്ച ഒരു 9:30 9:45 ടൈം വന്നിട്ട് 9:40 നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. ഭയങ്കര മഴ. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മഴയത്ത് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ പോകുന്നത് ബസ്സിലായതുകൊണ്ട് എനിക്കറിയാൻ മേല, നനഞ്ഞാകെ ചീഞ്ഞൊരവശതയാവും. അപ്പം ഞാൻ ഈ ഒരു ചെരുപ്പാണ് ആദ്യം വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇതിപ്പോൾ ഇട്ടുകൊണ്ട് പോകണമെന്ന് എനിക്ക് ഒരു ഇത്, കാരണം ഇത് ഫസ്റ്റായിട്ട് ഉദ്ഘാടിക്കാൻ പോവുക. അപ്പോൾ തന്നെ ഈ ചെളിവെള്ളത്തിലൊക്കെ വീണത് അലമ്പാവുമെന്ന് ഓർക്കുമ്പോൾ മാറ്റണമെന്ന് ഇങ്ങനെ വിചാരിക്കുക. ഇന്ന് ആരുടെ കല്യാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിൻസിനെ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ വീട്ടിലൊക്കെ വരുന്നത്. അപ്പോൾ റിൻസിനെ കസിൻ സിസ്റ്റർ ഉണ്ട്, പാത്തു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളുടെ കല്യാണമാണിന്ന്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു മുസ്ലിം വെഡിങ്ങിന് പോകുന്നത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ എങ്ങാണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയാലും ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വൈകിയേ കാണാം. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് ഇറങ്ങാം. ഞാൻ പുട്ടിൽ കാപ്പി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. വേർഡായിട്ട് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് രാവിലെ തന്നെ ഈ ഗ്യാസ് കയറുന്ന തരത്തിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അന്നത്തെ ദിവസത്തെ മൂടേ പോകും. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. പ്രിയദർശിനി കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയാൻ മേല, കാരണം ഞങ്ങളുടെ ആ റൂട്ടിൽ കൂടെ പോകുന്ന പ്രിയദർശനിലൊന്നും ഞാൻ ഇതുവരെ ആലോ വഴിയൊന്നും പോയിട്ടില്ല. അങ്ങനെ പ്രിയദർശിനി കിട്ടി ഗൈസ്. ഞാൻ നേരെ ഇറങ്ങിയത് റിൻസിയുടെ വീട്ടിലാണ്. അപ്പോൾ റിൻസിന് അവിടെ റെഡി ആവുന്നതിൻ്റെ ആ ഒരു സമയത്തിൽ ഞാൻ അവിടെ അവള് നോക്കി തന്ന ഊബർ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഊബർ വരാനായിട്ട് ഒരു 3 മിനിറ്റൊക്കെ ഉള്ളൂ. ഒരു കാറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ കാറിൽ അവളുടെ വാപ്പയും ഉമ്മയും ഞാനും അവളും കൂടെ ഞങ്ങൾ EMJ ഹാളിൽ ഇറങ്ങി. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. EMJ ഹാളിലാണ് നമ്മുടെ വെഡിങ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബ്രൈഡ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഗൈസ്, ഇതാണ് ബ്രൈഡ് വന്നിട്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രൂം വന്നു. ഗ്രൂമിനെ കൊണ്ടുവരുന്നതാണ് ബ്രൈഡിന്റെ കസിൻ ബ്രദേഴ്സും സ്വന്തം ബ്രദറും ഒക്കെയാണ്. അപ്പോൾ ബ്രൈഡ് ടെൻഷനിലാണ്. അപ്പോൾ പാത്തി, നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്നാണ് റിൻസിനെ ചോദിക്കുന്നത്. പിന്നെ അവരുടെ ഫംഗ്ഷൻസ് സ്റ്റാർട്ടായി. അവളുടെ കസിൻ്റെ വെഡിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓരോരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായി, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്കായി ഗൈസ്. പക്ഷെ എനിക്കറിയാം സിറ്റുവേഷൻ. ബ്രൈഡ് ഇങ്ങനെ കയറി വരുമായിരുന്നു. ഗ്രൂം അവിടുന്ന് സ്റ്റേജിൽ നിന്ന് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ വീഡിയോ എടുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ബ്രൈഡിന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവരിപ്പം നല്ല ടെൻഷനിലായിരിക്കും അല്ലേ. വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു എൻട്രി സംഭവങ്ങളൊക്കെ ഞാൻ നേരിട്ട് കാണുന്നത്. അത് മുസ്ലിം വെഡിങ്. കുറേ നാളായി ഞാൻ എൻ്റെ ലൈഫിൽ ആകെ ഒരു മുസ്ലിം വെഡിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാണ് അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിൻസിന് ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. ഞാൻ പിന്നെയും പോസ്റ്റ് ആവാൻ തുടങ്ങി. എനിക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ള ആരും ഇല്ല ആ ഹോളിൽ. ആകെ ഇവരുടെ കുറച്ച് റിലേറ്റീവ്സിനെ മാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒരാളെ എനിക്കറിയില്ല. അപ്പോൾ അവർ റിലേറ്റീവ്സ് എല്ലാം കൂടെ ഗ്രൂപ്പിലൊക്കെ കയറി തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോസ്റ്റ് അടിച്ച് ആ പോസ്റ്റ് അടി തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. ഭാഗ്യവശാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും മഴ പെയ്തില്ല. വന്ന് കയറിയ ഉടനെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി. ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബ്രൈഡിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ചോറും ബീഫും ആയിരുന്നു. ഞാനൊരു ബീഫ് പേഴ്സൺ അല്ല. ചിലപ്പോൾ ബീഫ് ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ആക്രമിക്കാൻ വരും. പക്ഷേ എനിക്കിഷ്ടമല്ല ഗൈസ്. ഞാനൊരു ചിക്കൻ പേഴ്സൺ ആണ്. അതുകൊണ്ട് എനിക്ക് ബീഫ് അത്ര എനിക്ക് താല്പര്യമില്ല. വൈകിട്ടരയൊക്കെ ആയപ്പോൾ ഞാനിങ്ങ് ഇറങ്ങി. കാരണം എനിക്ക് ലെൻസ് കാർട്ടിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ആസ് യൂഷ്വൽ എൻ്റെ ഫോൺ ഡെഡായി. അങ്ങനെ പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം മഴയുള്ളൊരു ദിവസമായിരുന്നു. നല്ലൊരു വെഡ്ഡിങ് ഡേക്ക് പോയിട്ടാണെങ്കിൽ ഈ ചീഞ്ഞ മഴയെല്ലാം നശിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.